വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പഴുത്ത മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ്. പല ഏരിയയിലോട്ടും പഴുത്ത മാങ്ങാക്കറി പലതരത്തിലാണ് ഉണ്ടാക്കുക. ഇന്ന് എൻ്റെ വേർഷനിലുള്ള ഈ കറി കണ്ടു നോക്കാം. ഈ പഴുത്ത മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം. ഈ പാനിലേക്ക് മാങ്ങ, ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ചന്ദ്രക്കാരൻ മാങ്ങയാണ്. നാടൻ മാങ്ങ, ചെറിയ മാങ്ങ കിട്ടുന്നത് നല്ല മധുരവും പുളിയും കൂടെ ഉള്ള മാങ്ങയാണ് ശരിക്കും ഈ മാങ്ങക്കറി ഉണ്ടാക്കാൻ കറക്റ്റ്. ഞാൻ 1/2 കിലോ ചന്ദ്രക്കാരൻ മാങ്ങ എടുത്തേക്കുന്നേ. ഇതിലേക്ക് വെള്ളം, ഒരു 1/2 ലിറ്റർ വെള്ളം ചേർത്തു. കുറച്ച് കറിവേപ്പില, ഉപ്പ്, രണ്ട് കാന്താരിയും കൂടി ഇടും. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഈ മാങ്ങാക്കറിക്കകത്ത് നമ്മൾ തേങ്ങയും ജീരകം എല്ലാം അരച്ചിട്ടാണ് ഒരു പേസ്റ്റ് ചേർക്കും. അതിന് വേണ്ടിയിട്ടുള്ള മിക്സർ അരച്ചെടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 3/4 കപ്പ് തേങ്ങ, തിരുമിയ തേങ്ങ 3/4 കപ്പ്. ഇതിലേക്ക് ഒരു 3 ചുവന്നുള്ളി, രണ്ട് കഷ്ണം വെളുത്തുള്ളി, ഒരു 5 കാന്താരിയോ പച്ചമുളകോ യൂസ് ചെയ്യാം, 1/2 ടീസ്പൂൺ ജീരകം, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഈ മാങ്ങ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ഈ മിക്സർ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. മാങ്ങ നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കാം. തീ കുറച്ച് വെക്കാം. അരപ്പിട്ട് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് വേണം തൈരൂടെ ചേർക്കാം. തൈര് കുറച്ച് ഉടച്ച് അതിനകത്തേക്ക് ചേർക്കാം. പുളിയും മധുരവും കൂടെ ഉള്ള മാങ്ങയാണെങ്കിൽ പിന്നെ വേറെ നമ്മൾ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. ഓക്കെ, ഈ മിക്സർ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട്, കടുക് പൊട്ടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. കടുകും ഒരു 2 കഷ്ണം ഉലുവ ഇട്ടിട്ടുണ്ട്. ഇതിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്ന 4 എണ്ണം, ഈ എണ്ണം കണക്ക് പറയുന്നത് ബിഗിനേഴ്സിന് കൂടെ മനസ്സിലാവാനായിട്ടാണ് ഈ എണ്ണക്കണക്ക് പറയുന്നത് കേട്ടോ. ഇതിലേക്ക് 2 മുളക് കീറിയിടാം. ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങി. കറിവേപ്പില കുറച്ച്, ഇത് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി, ബ്രൗൺ കളറായി. ഇതിലേക്ക് ഒരു നുള്ള് ചില്ലി പൗഡർ, ചെറിയൊരു നുള്ള്, കളർ ഡിഫറൻസിന് വേണ്ടി മാത്രം. അതേപോലെ തന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി,
ഈ കടുക് പൊട്ടിച്ച മിക്സ്ചർ നമുക്ക് ഈ മാങ്ങയുടെ മിക്സറിലേക്ക് ഒഴിക്കാം. ഈ കടുക് പൊട്ടിച്ച മിക്സർ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒരു ലിഡ് വെച്ച് അടച്ചു വെക്കുക. ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടി ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഈ പഴുത്ത മാങ്ങാക്കറി, ഈ റൂം നിറച്ച് ഈ മാങ്ങാക്കറിയുടെ ഒരു സ്മെല്ല്, നല്ലൊരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.